ഇന്ന് നമുക്ക് ലോലിപോപ്പ് ഇങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ. ഇത് ചുരുക്കി പറഞ്ഞ ഒരു പരീക്ഷണമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അക്രിലിക് മാർക്കർ കൊണ്ടിട്ട് വരച്ച് നോക്കുന്നത്. ഇങ്ങനത്തത് ഇത് മാർക്കർ വാങ്ങിച്ചപ്പോൾ തൊട്ടേണ്ടത് ഇങ്ങനെ വരയ്ക്കേണ്ടതെന്നൊക്കെ. പിന്നെ ഇതൊക്കെ നമുക്ക് കൂട്ടിയാൽ കൂടുക. ഫസ്റ്റ് ടൈം അല്ലേ. പെയിൻറ്റ് ചെയ്യലുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്നലെ ജെൻറ്റാങ്കിളായിട്ട് ചെയ്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതേമാതിരി ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. പെയിൻറ്റ് കൊണ്ട് അല്ലാണ്ട് മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് അങ്ങനെ കിട്ടാമെന്നുള്ളത് നോക്കില്ല വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. അങ്ങനെ കറക്റ്റായിട്ട് വരുന്നതെന്ന് വിചാരിച്ച് ചെയ്തൊന്നുമല്ല, ഒരു പരീക്ഷണമായിട്ട് എടുത്താൽ മതി. ലാസ്റ്റിക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടമായിക്കാണ്. ഒരു റിയലിസ്റ്റിക് ഒക്കെയാണ് ഉദ്ദേശിച്ചത്. പക്കാ റിയലിസ്റ്റിക് അല്ലെങ്കിൽ എന്നാലും കുറച്ച് ഹാഫ് റിയലിസ്റ്റിക് പോലെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പം അതായിക്കണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. പിന്നെ ഈ ഷേപ്പിലൊരു ലോലിപോപ്പ് പോലെ ഒരു ഐസ്ക്രീം ആക്കി കണ്ടിട്ട് ഒരു മൂവിയിലുണ്ട്. അതേത് മൂവിയാണെന്നുള്ള ഗസ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എനിക്ക് ഇതിന്മേൽ ആകെ ഒരു എന്താ പറയുക ലാഭം തോന്നി എന്താ വെച്ചാൽ, പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പെയിൻറ്റുകളൊക്കെ അങ്ങനെ ഓരോ കളർ മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. എന്നിട്ട് പിന്നെ ബ്രഷ് കേൾക്കണം, പെയിൻറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര മടിയാണ് ആ കാര്യത്തിൽ. പെയിൻറ്റ് ചെയ്യാനിരിക്കാനേ അതാലോചിക്കുമ്പോൾ മടിയാണ്. ചിലപ്പോൾ ഞാൻ ആ ബ്രഷ് അവിടെ ഇട്ടിട്ട് പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് കേൾക്കാം. ചിലപ്പോൾ അങ്ങനെ കുറേ ബ്രഷ് ഇരിക്കുന്ന കേടൊന്ന് പോയി ചേർക്കുന്ന വേറെ കാര്യം. ഇതാവുമ്പോൾ എന്താ വെച്ചാൽ കളർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, കളർ ബ്രഷ് എടുക്കേണ്ട ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. നേരെ അങ്ങനെ കൊടുക്കുക, പരിപാടി കഴിഞ്ഞ്. പക്ഷേ നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ സുഖമാണ്. ഇത് ബ്ലെൻഡിങ് ഒരു സുഖമില്ല. നല്ല അക്രിലിക് മാർക്കറാണെങ്കിൽ ചിലപ്പോൾ സുഖം ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഉപയോഗിച്ച സാധനം കൊണ്ടിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വലിയ സുഖം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ലാസ്റ്റ് റിസൾട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൂടെ കൂട്ടുക.